അസ്സലാമു അലൈക്കും. ഈ പ്രാരംഭ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഷബാബ് നീണ്ട 25 വർഷക്കാലം തുടക്കത്തിൽ ദ്വൈവാരികയായും 85 മുതൽ വാരികയായും മുടങ്ങാതെ എന്ന് അഭിമാനപൂർവ്വം പറയാം പ്രസിദ്ധീകരിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാരിക പുതിയ ആലോചനകളും പുതിയ തീരുമാനങ്ങളും എടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു വാരികയുടെ പത്രത്തിന്റെ വളർച്ചയിൽ ജീവിതത്തിൽ 25 വർഷം എന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല, വലിയ കാലയളവുമല്ല. പക്ഷെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കേരളത്തിൽ കാഹളം മുഴക്കിയിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം നടത്തുന്ന പത്രമെന്ന നിലയിൽ ഷബാബിന് ഈ മണ്ണിൽ അതിൻ്റെതായ ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഒരളവോളം അത് നിർവഹിച്ചു എന്ന് പറയാം. പക്ഷെ ഒരു സംഘടനയുടെയും പത്രത്തിന്റെയും ഒക്കെ വിശകലന പ്രധാനമായ സന്ദർഭത്തിൽ എന്തൊക്കെ നേടി എന്നാലോചിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി ആലോചിക്കേണ്ടത് എന്തൊക്കെ നേടാമായിരുന്നു എന്നതാണ്. എത്ര കാലം എത്ര കാതം നടന്നു നീങ്ങി എന്നാലോചിക്കുന്നത് പോലെ പ്രസക്തമാണ് എത്ര കൂടി നടന്നു നീങ്ങാമായിരുന്നു എന്ന ചോദ്യം. ഷബാബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ എന്ന നിലക്ക് ഐഎസ്എം ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിങ്ങളിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഏകദൈവ വിശ്വാസത്തിന്റെ ഏകദൈവാരാധനയുടെ അമരവും അനശ്വരവുമായ ശബ്ദം മുഴക്കിയ ഷബാബ് ഇന്ന് ഷബാബ് ആരംഭിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അപ്പുറം ആധുനികമായ കുറെ അന്ധവിശ്വാസങ്ങളെ കൂടി നേരിടേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ വിവരമില്ലാത്തവർ, അക്ഷരജ്ഞാനമില്ലാത്തവർ, മതവിദ്യാഭ്യാസമില്ലാത്തവർ, മതത്തെക്കുറിച്ച് വിവരമില്ലാത്തവർ അന്ധവിശ്വാസികളായിരുന്നു. ഇക്കാലത്ത് ഭൗതിക വിജ്ഞാന ശാഖകളിൽ ബിരുദാനന്തര ബിരുദമുള്ള അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയ ആധുനിക മനുഷ്യർ വെച്ച് പുലർത്തുന്ന വിഡ്ഢിത്തം നിറഞ്ഞ അനേകം അന്ധവിശ്വാസങ്ങളുണ്ട്. പാരമ്പര്യ സമുദായത്തിൽ പൗരോഹിത്യം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാപ്പുകളുണ്ട്, ഭാണ്ഡങ്ങൾ. എല്ലാതരം അനാചാരങ്ങൾക്കുമെതിരെ, എല്ലാതരം അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആദർശ സമരം നടത്തുകയാണ് ഷബാബ് ചെയ്യുന്നത്, ചെയ്തു പോന്നിട്ടുള്ളത്. ഇനിയും ആ പാതയിൽ മുന്നേറാൻ ഈ പ്രസ്ഥാനം, ഈ വാരിക പ്രതിജ്ഞാബദ്ധമാണ്. ഒപ്പം 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞ അഭിമാനകരമായ ഈ സന്ദർഭത്തിൽ കുറെ കൂടിയൊക്കെ നമുക്ക് ചെയ്യേണ്ടതില്ലേ എന്ന് ആലോചിക്കാനും അത്തരം ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒരു വാരിക അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ചുവടുവെപ്പുകൾ പ്രസിദ്ധീകരണ രംഗത്തും ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ആദർശ പ്രകാശനത്തിന്റെയും പുതിയ തലങ്ങളിലേക്ക്, കാലോചിതമായ തലങ്ങളിലേക്ക് കടന്നുപോകാൻ, ശ്രദ്ധേയമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഈ സിൽവർ ജൂബിലി സമാപന വേള സഹായകമായി തീരട്ടെ എന്ന് സ്നേഹനിധികളായ ഷബാബിന്റെ ബന്ധുക്കളുടെ മുമ്പിൽ ആലോചനയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ പത്രം നമ്മുടെ കൈകളിൽ വർഷങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ എത്തിച്ചെന്നിട്ടുള്ള പലരിൽ ചിലർ നമ്മോടൊപ്പമില്ല, ചിലർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. മൺമറഞ്ഞുപോയ നമ്മുടെ നേതാക്കന്മാർക്ക് ഷബാബിന്റെ കഷ്ടപ്പാടിന്റെ ഘട്ടത്തിൽ കയ്യും മെയ്യും മറന്ന് അതിനെ വളർത്തിയെടുത്ത മഹാന്മാരായ നേതാക്കന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിനും അതിന്റെ ദുർബലരായ യുവാക്കളുടെ കൈകൾക്കും പുതിയ ചാലഞ്ചുകളെ നേരിടാനുള്ള കരുത്ത് സർവശക്തൻ നൽകുമാറാകട്ടെ എന്നും നാം പ്രാർത്ഥിക്കുക. ഈ സെഷൻ
അവസാനിപ്പിക്കുകയാണ്.